പെരുന്നാട്ടിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി കൂടിയായിട്ടുള്ള ജെയ്സൺ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് തന്നെ ഒരു കാര്യം, ഇപ്പോൾ അവിടെ ഡിവൈഎഫ്ഐ CIT പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ ജിതിൻ അവിടെ എത്തുന്നു. അപ്പോഴേക്കും ഈ വിഷ്ണു ഇപ്പോൾ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ വന്ന വാഹനത്തിൽ നിന്ന് മാരകായുധവുമായി വടിവാളുമായി ഇറങ്ങി വന്ന് ജിതിനെ ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലൊരു വലിയ സൂചനയുണ്ട്. ഒന്നുകിൽ കൃത്യമായ ഗൂഢാലോചനയോടെ ഈ പറഞ്ഞതുപോലെ ആളെ തീർക്കണം എന്ന നിലയിലേക്ക് വന്നതാകാം, അല്ലെങ്കിൽ നിരന്തരം ആ പ്രദേശത്താകെ ഈ രൂപത്തിലാകണം ഈ സംഘം നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എവിടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ആളുകളെ തട്ടുക എന്ന നിലയിലേക്ക്, അവരുടെ ജീവനെടുക്കുക എന്ന നിലയിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്ന ഒരു സംഘമാണോ ഇതേതാണെന്നുള്ളത് ഏതായാലും അപായകരവും അപകടകരവും ആശങ്കാജനകവുമായ ഒരു സാഹചര്യമാണ്, പോലീസ് കണ്ടെത്തേണ്ടതാണ്. പക്ഷേ ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില പ്രചാരണങ്ങൾ നടന്നിട്ടുള്ളത് ഈ പ്രതികളിൽ 2 പേർ ഡിവൈഎഫ്ഐക്കാരാണ്, അത് ചൂണ്ടിക്കാട്ടി ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല, ഇത് വേറെ തരം തർക്കങ്ങളാണ്, വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്രചാരണവും നടന്നു. പക്ഷേ അതിൻ്റെ കാറ്റാദ്യമേ പോയതും വസ്തുതയാണ്. അത്തരമൊരു പ്രചാരണം, സോഷ്യൽ മീഡിയ പ്രചാരണം ചില കോണുകളിൽ നിന്ന്, ചില കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ ആസൂത്രിതമായി നടന്നതും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. അതുകൂടി ചേർത്തുകൊണ്ട് വസ്തുത എന്താണ്? പെരുന്നാട്ടിൽ കുറേ കാലങ്ങളായിട്ട് RSSും BJPയും ആ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ശബരിമലയും കൂടി ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്തായതുകൊണ്ട് BJPയുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ വളരെ വലിയ പണം ചെലവഴിച്ചുകൊണ്ട് BJPയെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ RSSനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ മാമ്പാറ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ ഈ കക്കാട് വാർഡ് മെമ്പറായിട്ടുള്ള BJPയുടെ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നമുണ്ടാക്കുകയും അവിടെ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ DYFI പ്രവർത്തകർ അത് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ലഹരി മാഫിയക്കെതിരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നു നമ്മുടെ ജിതിൻ സഖാവ്. അന്നു മുതലേ BJPക്ക് ജിതിൻ സഖാവിനോട് വളരെ വലിയ വൈരാഗ്യമുണ്ട്. അതിനുശേഷം പല ഘട്ടങ്ങളിൽ പല പ്രദേശങ്ങളിൽ വെച്ച് സഖാവിനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, അവിടെ ഒരു തൊഴിലാളി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടേണിന് CI2-ൻ്റെ BMSൻ്റെ ടേണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിൽ ഈ വിഷ്ണു എന്ന് പറയുന്ന ആൾ സഖാവ് ജിതിനോട് വളരെ മോശമായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും അവസാനം എന്നുള്ള രൂപത്തിലാണ് ഇന്നലെ 8:45 ഈ ലഹരി മാഫിയകൾക്കെതിരെ ജിതിൻ സഖാവിനോടൊപ്പം പ്രവർത്തിച്ച അനന്തു വെള്ളം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ബേക്കറി പോയപ്പോൾ ആ ബേക്കറിയുടെ പരിസരത്ത് മദ്യപിച്ച് നിന്നിരുന്ന വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കളും കൂടിയായിട്ടുള്ള നിഖിലേഷും സരനും സുമിത്തും മനീഷും കൂടി ചേർന്ന് ഈ നമ്മുടെ അനന്തുവിനെ പിടിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തത്. ഈ മർദ്ദന വിവരം അറിഞ്ഞിട്ടാണ് DYFIയുടെ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറിയും കൂടിയായിട്ടുള്ള സഖാവ് വിഷ്ണു അവിടെ എത്തിച്ചേരുന്നത്. DYFIയുടെ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറി വിഷ്ണു അവിടെ ചെല്ലുമ്പോൾ അനന്തുവിനെ ഈ ആളുകളെല്ലാം മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഖാവ് അവിടെയുള്ള ബാക്കിയുള്ള സഖാക്കളെയും കൂടി കൂട്ടി ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടുകയും മർദ്ദനം അവസാനിപ്പിച്ച് സമാധാനത്തോടെ എല്ലാവരും പിരിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആദ്യഘട്ടങ്ങളിൽ അവരത് അനുസരിച്ചെങ്കിലും വിഷ്ണു അവിടെ വാഹനത്തിൽ വന്നിറങ്ങി വീണ്ടും അവിടെ പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. വളരെ സമാധാനപരമായിട്ടാണ് അവിടുത്തെ DYFI പ്രവർത്തകർ ഈ നിഖിലേഷിനോടും വിഷ്ണുവിനോടും പറഞ്ഞത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, പിരിഞ്ഞു പോകണമെന്ന്. ഈ വിവരം അറിഞ്ഞിട്ടാവണം ജിതിൻ, നമ്മുടെ ഈ കൊല ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട ഞങ്ങളുടെ സഖാവ്, ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. അവിടെ എത്തിച്ചേർന്ന സമയത്ത് തന്നെ സമാധാനത്തോടെ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞ DYFI പ്രവർത്തകർക്കെതിരെ ഈ ആളുകൾ ആക്രോശിച്ചു വരികയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ വിഷ്ണു എന്ന് പറയുന്ന RSSൻ്റെ പ്രവർത്തകൻ, ഈ RSSകാരനായിട്ടുള്ള വിഷ്ണു
ഒരു കാറിനകത്ത് ഒളിപ്പിച്ചു വച്ചിരുന്ന വടിവാട് പോലെ തോന്നിക്കുന്ന ഒരു ഉപകരണം എടുത്തുകൊണ്ട് വന്ന് അവിടെ സഖാവ് ജിതിനെ ആക്രമിക്കുകയായിരുന്നു. വയറിനും കാലിനും കുത്തി പരിക്കേൽപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന സഖാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്തിനാണ് സാധാരണഗതിയിൽ ഒരു വാക്കുതർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞത് അവസാനിപ്പിക്കുന്നതിന് പകരം വടിവാളും പോലുള്ള മാരക ആയുധങ്ങൾ കൊണ്ട് അവിടെ വരികയും അവിടെയുള്ള സഖാക്കളെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇതിനും പിന്നിൽ മുമ്പുണ്ടായിട്ടുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളും ശേഷം ഇവരുടെ ലഹരി മാഫിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും അതിനെ DYFIക്കാർ ചോദ്യം ചെയ്തതുമാണ്. അതേപോലെ തന്നെ യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുമൊക്കെയാണ് കാരണമായിട്ട് കാണുന്നതിന് വേണ്ടി കഴിയുന്നത്. പെട്ടെന്ന് ഉണ്ടായ ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ കൊലപാതകമല്ല. ഇത് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് നടപ്പിലാക്കിയതാണ്. ഇതിൽ ഞങ്ങൾ സംശയിക്കുന്നത് വിഷ്ണു മാത്രമല്ല, നിഖിലേഷ് മാത്രമല്ല, ഇവർ രണ്ടുപേരുമിനോടൊപ്പം ഇവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകളുണ്ട്. ഈ ആരായി വാർഡ് മെമ്പർ? കക്കാട് വാർഡ് മെമ്പറായിട്ടിരിക്കുന്ന ആൾ ഇവിടെ ശബരിമലയിൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി വന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ പ്രതിയാക്കപ്പെട്ട ആളാണ്. നിരന്തരമായ പ്രശ്നങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്ന ആളാണ്. ഒരുപാട് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഈ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതാണ് ആരാണ്? BJPയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വമാണ്. ഈ BJPയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് പെരുന്നാട് പഞ്ചായത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ഈ കഴിഞ്ഞ കാലങ്ങൾക്കകത്താകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ സഖാവിൻ്റെ ജീവനെടുക്കുന്ന സാഹചര്യം ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ വിഷയം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അവർ എന്താ പറയുന്നത്? ഞങ്ങളുടെ സഖാവിനെ കൊന്നതിൽ DYFIക്കാരുമുണ്ടെന്ന്. ആ കള്ളം രാവിലെ തന്നെ പൊളിഞ്ഞു പോയതാണ്. രാവിലെ തന്നെ മാധ്യമ പ്രവർത്തകർ വന്നപ്പോൾ ഞാൻ ആ വിഷയം വിശദീകരിച്ചതാണ്. മിഥുൻ മധു സുമിതസ് എന്ന് പറയുന്ന രണ്ടാളുകളുടെ പേരാണ് ഇവർ പറയുന്നത്. ഇവരൊരു ഫോട്ടോയും DYFIയുടെ ഭാരവാഹികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പേജിനകത്ത് വന്ന് കാണിക്കുകയും ചെയ്തു. ഇത് എന്നത്തെ ഫോട്ടോയാണ്? ഇത് ഒരു വർഷത്തിന് മുമ്പ് അവിടെ കൺവെൻഷൻ ചേർന്ന സമയത്ത് RSSുമായിട്ടുള്ള ചില തർക്കങ്ങളുടെ ഭാഗമായിട്ട് ഈ രണ്ട് പേർ DYFIയിലേക്ക് വരാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ സ്വീകരിച്ചു. അവരെ സ്വീകരിച്ച് അർഹമായിട്ടുള്ള ഒരു പരിഗണനയും നൽകി അവരെ യൂണിറ്റ് കമ്മിറ്റിക്കകത്ത് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ശേഷം അവർ ചെയ്തതെന്താ? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള കക്കാട് വാർഡ് മെമ്പർമാരും അതേപോലെ തന്നെ ഈ കൊലപാതകം നടത്തിയ വിഷ്ണുവുമായി ചേർന്നുകൊണ്ട് അവിടെ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറായി. അതിനെ ഞങ്ങൾ വിലക്കി. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയും കഴിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുന്നതിന് അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ സംരക്ഷണം തേടിപ്പോയത് ഈ കൊലപാതകമായിട്ട് ഈ പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ്. ആ വിഷ്ണു ഇവരെ സംരക്ഷിച്ചു. പിന്നീട് ഇങ്ങോട്ട് അവരുടെ ഗോഡ് ഫാദറായിട്ട് പ്രവർത്തിച്ചത് RSSകാരനായ വിഷ്ണു നിഖിലേഷുമൊക്കെയാണ്. ഈ ക്രിമിനലുകളാണ് പ്രവർത്തിച്ചത്. DYFIക്ക് അതിനുശേഷം അവരുമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടില്ല. അവർ DYFIക്കാരല്ല. ശരി. അപ്പോൾ അത്തരത്തിലേക്ക് ജെയ്സൺ പറഞ്ഞത് ഈ വിഷയത്തിന്റെ മനസ്സിലായി ജെയ്സൺ. അതായത് ഇന്ന് ഈ കൊലപാതകം ഉണ്ടായതിനു ശേഷം ഏതാണ്ട് ഒരു വർഷം മുമ്പുണ്ടായിരുന്ന ചില ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി അതിൽ DYFI പ്രവർത്തകർ തന്നെയുണ്ട് എന്നൊരു പ്രചാരവേലയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവർ DYFI മുമ്പ് തന്നെ അവരുടെ ഈ പറഞ്ഞ പെരുമാറ്റ ദൂഷ്യം പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ കാരണം അവരെ ഒഴിവാക്കിയിട്ടുള്ളതാണ്. ജെയ്സൺ പറഞ്ഞതിൽ അതുണ്ട്. നിങ്ങൾക്കത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വിശദീകരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തല്ലോ.